ആ ആഗ്രഹം പൂവണിയുമോ? ഏതാഗ്രഹം? ഖുവൈലിദിൻ്റെ മകളായ മക്കയിലെ കോടീശ്വരിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ മഹദിയുടെ കച്ചവടച്ചരക്കുമായി അടിമ മൈസറയോടുകൂടെ ഷാമിലേക്ക് കച്ചവടത്തിന് പോയ ഖുറൈശി തറവാട്ടിലെ ചെറുപ്പക്കാരൻ ഹബീബ് ത്വഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടം കഴിഞ്ഞ് ഷാമിൽ നിന്നും കച്ചവടം കഴിഞ്ഞ് മൈസറയോടുകൂടെ തിരിച്ചു വരികയാണ് മക്കയിലേക്ക്. ഈ സമയം ഖദീജ ബീവിയുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു മോഹമുദിച്ചിരുന്നു. ഏതായാലും ആ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഉദിച്ച മോഹമെന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടം കഴിഞ്ഞ് അതാ ഖദീജയുടെ കൊട്ടാരത്തിനോടടുക്കുന്ന സമയം കുറേ കാലമായി ഖദീജയുടെ മനസ്സിൽ കൊണ്ട് നടന്ന ആഗ്രഹം, ആ സ്നേഹം പൂവണിയുമോ? നമുക്ക് നോക്കാം. തരുണി മണി ബീവി ഖദീജ മാളിക മുകളിൽ കയറിയിരുന്ന് തിരുത്വാഹ നബിയുടെ വരവിനെ കാണാൻ തുനിയുന്നേ. തരുണി മണി ബീവി ഖദീജ മാളിക മുകളിൽ കയറിയിരുന്ന് തിരുത്വാഹ നബിയുടെ വരവിനെ കാണാൻ തുനിയുന്നേ. അങ്ങനെ അതാ ബീവി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തൻ്റെ മനസ്സിൽ താലോലിച്ച് നടന്നിരുന്ന ആ സംഭവം പുറത്തു പറയാൻ ഒരു മടി. ഏതായാലും തൻ്റെ അടിമയായ മൈസറയെ വിളിച്ചുകൊണ്ട് ഖദീജ പറയുകയാണത് മറ്റൊന്നുമായിരുന്നില്ല. ഖദീജ പറയുകയാണ്, മൈസറ, നീ അബൂ താലിബിനോട് ചെന്ന് എൻ്റെ കൽബിലുള്ള ഈ ആഗ്രഹം പൂവണിയാൻ വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് മഹാനായ അബൂ താലിബിനോട് കാര്യങ്ങൾ ധരിപ്പിക്കണമെന്ന് മൈസറയോട് ഖദീജ ബീവി പറയുകയാണ്. വാപ്പിയായ ഖുവൈലിദാണെങ്കിലോ വിലങ്ങുതടിയായി നിൽക്കുകയാണ്. കാരണം തൻ്റെ മക്കൾക്ക് ഒരുപാട് ആളുകൾ, പല രാജകുമാരന്മാർ കല്യാണം അന്വേഷിച്ചുകൊണ്ട് പല നാടുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഖുറൈശി പയ്യനെ മാത്രമാണ്, മുതലുകളില്ലാത്ത സമ്പത്തില്ലാത്ത ഈ പയ്യനെയാണ് ഖദീജ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ മകൾക്ക് ഇഷ്ടം മുഹമ്മദിനോടാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ തീരുമാനമേ നടക്കൂ. എങ്കിൽ അബൂ താലിബിനോട് കാര്യം ധരിപ്പിക്കാൻ വേണ്ടി അതാ മൈസറ അബൂ താലിബിനെ സമീപിച്ചു. അബൂ താലിബും വിഷയം അറിഞ്ഞപ്പോൾ സമ്മതിച്ചു എന്ന് മാത്രമല്ല, ബീവി ഖദീജാനെ കെട്ട് പറഞ്ഞെന്ന് ബിരിദ രാജാക്കളെമ്പാടും എത്തുന്നു. ബീവിയതൊക്കെയും തള്ളിക്കളയുന്ന് വാർത്ത കേട്ടോരെല്ലാം വിസ്മയം കൊള്ളുന്നു. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് പല വിവാഹാഭ്യർത്ഥനകളും പല രാജകുമാരന്മാരും പല ഭാഗത്തു നിന്നായി വരുന്നുണ്ടെങ്കിലും അതൊന്നും മഹദി അവർക്ക് തൃപ്തിയില്ല. മക്കത്തെ രാജാത്തി ഗുണമേറും വമ്പത്തി ദിക്കെങ്ങും കേളി പെരുത്തുള്ള ഹോജാത്തി. ഇക്കണ്ട വമ്പന്മാരൊക്കെയും വന്നില്ലേ, ഒക്കാതെ കല്യാണം തള്ളിക്കളഞ്ഞില്ലേ. ഇക്കണ്ട വമ്പന്മാരൊക്കെയും വന്നില്ലേ, ഒക്കാതെ കല്യാണം തള്ളിക്കളഞ്ഞില്ലേ. പക്ഷേ ഏത് രാജകുമാരന്മാർ വന്നാലും ഏത് പ്രഭുക്കളുടെ മക്കൾ വന്നാലും ആ കല്യാണമൊന്നും ഖദീജക്ക് വേണ്ട. ഖദീജയുടെ മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ പൂവിട്ട് പൂജിക്കുന്ന ഒരു പുതുമാരൻ ആരായിരിക്കും അത്? ഇക്കാം മുഹമ്മദ് റസൂലുള്ള പൂമുത്ത് ഹക്കോരെ ദിവ്യ പ്രകാശവും ദർശിച്ച് ഹക്കായ കൽബകം വെച്ച മുഹബത്ത് ഇക്കൂറി ബീവി അറിയിച്ചു ഹളറത്തിൽ. തൻ്റെ കച്ചവടത്തിന് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരിലാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല ആകൃഷ്ടനായിരിക്കുന്നത്. പക്ഷേ അത് മനസ്സിൽ നിന്നും പുറത്തേക്ക് വരാൻ തൻ്റെ മൈസറയെ വിളിച്ചുകൊണ്ട്, അടിമയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അബൂ താലിബിനോട് കാര്യങ്ങൾ ധരിപ്പിക്കണം. അങ്ങനെ കാര്യങ്ങൾ ധരിപ്പിച്ച അബൂ താലിബ് അതാ വളരെ നല്ല ഒരു അഭിപ്രായമാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെയും ഹബീബായ നബി തങ്ങളുടെയും മംഗല്യം ഇതാ നടക്കാൻ വേണ്ടി പോവുകയാണ്. ആ മംഗല്യം അടുത്ത എപ്പിസോഡിലേ നടക്കൂ.